ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചനഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ 21-15 മുതലുള്ള വചനഭാഗം. തിബരിയോസ് കടലിൽ മീൻ പിടിക്കാനായി പോകുന്ന ശിഷ്യന്മാരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവും പത്രോസ് അപ്പോസ്തലനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ വചനഭാഗത്തെ പ്രധാന പ്രമേയം. ഈ സംഭാഷണത്തിൽ നിന്നുകൊണ്ട് ചില സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ചോദ്യോത്തരങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം. പഴയ പണിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് ശിഷ്യഗണങ്ങൾ പോയി. ആ മീൻപിടുത്തത്തിൽ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് വചനം സാക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അധ്വാനിച്ചിട്ടും ഒന്നും ലഭ്യമാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ശിഷ്യന്മാർ ഇങ്ങനെ സങ്കടപ്പെട്ട് വെളുപ്പാങ്കാലത്ത് പടകിലിരിക്കുമ്പോഴാണ് ക്രിസ്തു വന്നിട്ട് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്. ഈ ഒരു വരവും ചോദ്യവും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ സംഭവത്തിന് മുൻപ് 2 പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് വചനം സാക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത്: ഉയർത്തെഴുന്നേറ്റ ശേഷം ഇത് 3-ാം പ്രാവശ്യമാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപുള്ള 2 പ്രാവശ്യത്തെയും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ വളരെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തോടും തേജസ്സോടും കൂടിയുള്ള ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു. അതേ രൂപഭാവ തേജസ്സോടുകൂടെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് മുറിക്കകത്ത് അടച്ചിരുന്ന ഇവരുടെ അടുത്ത് വന്ന് സമാധാനം എന്നൊക്കെ പറഞ്ഞ് അവരെ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, നിരാശ മാറ്റി. പിന്നീട് തോമസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. തോമസ് അപ്പോസ്തലൻ വന്നപ്പോൾ 2ാമത് വീണ്ടും വന്ന് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഈ 2 പ്രത്യക്ഷപ്പെടലുകളും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ അതേ തേജസ്കരിക്കപ്പെട്ട ഭാവത്തിലുള്ള ഒരു പ്രത്യക്ഷപ്പെടലായി. ഈ 2 സമയത്തും അവൻ വന്നപ്പോൾ സമാധാനാശംസയാണ് പറഞ്ഞതെന്നതാണ്. അത് കഴിഞ്ഞ് താൻ ക്രിസ്തുവാണെന്നുള്ളത്, ഉദ്ധിതനായ യേശു തന്നെയാണെന്നുള്ളത് വ്യക്തമായി അവരോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഈ 3ാമത്തെ പ്രത്യക്ഷപ്പെടലിൽ തൻ്റെ ഭാവപ്രകടനങ്ങളിലൊക്കെ അല്പം വ്യത്യാസമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ വലിയ ഭാവത്തിലൊന്നുമല്ല ക്രിസ്തു ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ തേജസ്കരിക്കപ്പെട്ട രൂപമോ ഭാവമോ ചൈതന്യമോ ഒന്നുമല്ല ഇവിടെ കാണുക. ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാവത്തിലാണ് ക്രിസ്തു ഇവിടെ ഈ ശിഷ്യന്മാരുടെ മുന്നിൽ എത്തുന്നത് എന്നുള്ളതാണ്. വന്നിട്ട് പടകിൻ്റെ കരയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം. ഒരു മീൻ മേടിക്കാൻ വന്ന ഒരു ആളുടെ ഒരു രൂപത്തിലും ഭാവത്തിലും മാത്രമേ ക്രിസ്തു അവിടെ മനസ്സിലാക്കപ്പെടുന്നുള്ളൂ, പങ്കുവെക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, 2 പ്രാവശ്യം താൻ ചെന്ന് പ്രത്യക്ഷപ്പെട്ട് ഇവരെ ബലപ്പെടുത്തി ഇവരോട് സംസാരിച്ചിട്ടും വീണ്ടും പഴയ പണിയിലേക്ക് മടങ്ങിപ്പോയി ആ തിന്മയുടെ ബന്ധനത്തിൽ ഇവർ കഴിയുന്നതിൻ്റെ വേദന അല്പമൊന്നുമല്ല യേശുക്രിസ്തുവിനെ അലട്ടുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് വേറൊരു സംഭവമായിട്ടൊരു ചെറിയ കമ്പാരിസൺ കൊടുക്കാനായിട്ട് എൻ്റെ മനസ്സിലൊരു പ്രേരണ കിട്ടുന്നുണ്ട്. ആ കമ്പാരിസൺ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നടന്ന അന്ന് മഗ്ദലനക്കാരി മറിയ യേശുക്രിസ്തുവിനെ കാണുന്ന സമയത്ത് ക്രിസ്തുവിനെ മറിയ ഉൾക്കൊള്ളുന്നത് തോട്ടക്കാരനായിട്ടാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അവിടെ മറിയ യേശുക്രിസ്തുവിനെ തോട്ടക്കാരനായിട്ട് മാത്രം ഉൾക്കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? മറിയയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന നല്ല മനുഷ്യൻ്റെ മരണമുണ്ടാക്കിയ ദുഃഖത്തിലാണ് വെളുപ്പാങ്കാലത്ത് സുഗന്ധമർപ്പിക്കാൻ കല്ലറയ്ക്കൽ പോകുന്നത്. ക്രിസ്തുവിലെ ദൈവത്വമൊന്നും മറിയയുടെ മനസ്സിൽ അത്ര ഗൗരവമായി ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. ക്രിസ്തു എന്ന ഒരു നല്ല മനുഷ്യൻ മരിച്ചു, ഒരു നല്ല ഗുരുവിൻ്റെ നിര്യാണം. അതാണ്
അതും ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ മനുഷ്യസ്നേഹിയായ ഒരു ദൈവപുരുഷൻ്റെ മരണം, ആ മരണം സൃഷ്ടിച്ച സങ്കടം ശിഷ്യഗണങ്ങൾ ഭയന്നൊളിച്ചിരിക്കുമ്പോഴും കൊച്ചു വെളുപ്പാങ്കാലത്ത് മടികൂടാതെ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് സുഗന്ധമർപ്പിച്ച് കല്ലറയ്ക്ക് സുഗന്ധമർപ്പിച്ച് പോകാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിയുടെ മനസ്സ്, യേശുക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ വിചാരം അവിടെ അവൾക്കുണ്ട്. പക്ഷെ ക്രിസ്തുവിലെ ദൈവത്വത്തിൻ്റെ ഗൗരവമൊന്നും അവളുടെ ഹൃദയത്തിൽ ആ സമയത്തില്ല. ആ കൊച്ചു വെളുപ്പാങ്കാലത്തെ പ്രത്യക്ഷപ്പെടലിലാണ് തൊട്ടക്കാരനെന്ന ഒരു അനുഭവം മറിയയ്ക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചുണ്ടാകുന്നത്, ഉദ്ധിതനായ ക്രിസ്തുവിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. ഈ തിബരിയാസ് കടൽ തീരത്തെ പ്രത്യക്ഷപ്പെടലും ഒരു കൊച്ചു വെളുപ്പാങ്കാലത്തെ പ്രത്യക്ഷപ്പെടലാണ്. നമുക്കറിയാം, മീൻ പിടിക്കാനിരുന്നിട്ട് വെളുപ്പിനെ വരെ ഒന്നും കിട്ടിയില്ല. മറ്റ് 2 പ്രത്യക്ഷപ്പെടലുകളിൽ നിന്നൊരു ഡിഫറൻസ് ഇവിടെയാണ്. എന്നാൽ മറിയയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടതും ഈ പ്രത്യക്ഷപ്പെടലും തമ്മിൽ സമാനതയുണ്ട്, സമയത്തിൽ സമാനതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കൊച്ചു വെളുപ്പാങ്കാലത്ത് ക്രിസ്തു വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, മീൻ മേടിക്കാൻ വന്നൊരു മനുഷ്യൻ്റെ ഭാവമാണ്. മറ്റിടത്ത് തോട്ടക്കാരൻ്റെ ഒരു ഭാവമാണ് മറിയയ്ക്ക് അനുഭവപ്പെട്ടതെങ്കിൽ ഇവിടെ ഒരു മീൻ മേടിക്കാൻ വന്ന ഒരു ആളുടെ ഭാവമായിട്ടാണ് ക്രിസ്തുവിനെ ഇവർക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് വളരെ ശാന്തമായൊരു ചോദ്യമാണ്. തൻ്റെ ദൈവത്വത്തിൻ്റെ ഭാഷാപ്രയോഗങ്ങളൊന്നുമില്ല. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ആദ്യം പറഞ്ഞതുപോലത്തെ സമാധാനാശംസകളൊന്നുമില്ല. വളരെ നിസ്സാരമായൊരു ചോദ്യമാണ്, കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഈ ചോദ്യം ക്രിസ്തു ചോദിക്കാൻ കാരണം? മുൻപുള്ള 2 പ്രത്യക്ഷപ്പെടലുകളിലും സമാധാനാശംസ നൽകിയ ക്രിസ്തു എന്തുകൊണ്ട് ഇവിടെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. വാസ്തവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ഈ 3ാമത്തെ പ്രത്യക്ഷപ്പെടൽ യേശു ക്രിസ്തുവിൻ്റെ സങ്കടത്തോടുള്ള ഒരു പ്രത്യക്ഷപ്പെടലാണെന്നുള്ളതാണ്. ക്രിസ്തുവിന് സങ്കടമായിരുന്നു ഇങ്ങനെ പ്രത്യക്ഷപ്പെടേണ്ടി വന്നതിൽ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇവർ വിശ്വസിക്കുന്നില്ല. ഈ ശിഷ്യഗണങ്ങൾ 2 പ്രാവശ്യം തന്നെ കണ്ടിട്ടും മനസ്സിലാക്കാതെ വീണ്ടും പഴയ പണിക്ക് മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. തന്നെ ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടോ താൻ ഉദ്ദേശിക്കുന്ന വഴിക്ക് വിപരീതമായി പോയാൽ ഒന്നും കിട്ടില്ല എന്നുള്ള സത്യം ഇവർ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാതിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ സങ്കടം കൂടെ യേശുക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു അവിടെ വിരൽ ചൂണ്ടുന്നത് ആ പോയിന്റിലേക്കാണ്. അത് വളരെ നിർണായകമായ പോയിന്റാണ്. യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ഇവർ കൂടിയിരുന്ന് മീൻ പിടിക്കാൻ പോകാമെന്ന് തീരുമാനിച്ച സമയത്ത് വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു. അവർ മീൻ പിടിക്കാനായിട്ട് വല നന്നാക്കുന്ന സമയത്ത് അവർക്ക് യേശുവിന് പ്രത്യക്ഷപ്പെടായിരുന്നു. പഴയ വള്ളവും വലയൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് യേശുക്രിസ്തുവിന് പ്രത്യക്ഷപ്പെട്ടത് തടഞ്ഞിട്ട് പറയായിരുന്നു, വേണ്ട പോരുതെന്ന് പറയായിരുന്നു. ഇനി വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് പണ്ടത്തെ പോലെ വല്ല കാറ്റും കോളും വരുത്തി തിരിച്ചു കയറ്റായിരുന്നു. അതും ചെയ്തില്ല. പടകിൽ വെച്ചിട്ട് ഒന്നും യേശുക്രിസ്തു അവിടെ ഒന്നും ചെയ്യുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്, ലെറ്റ് ദം ഡു എന്നുള്ളതാണ്. അവർ ചെയ്യട്ടെ. അതാണ് ഫ്രീ വിൽ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവം ആണ് ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പിന്നിലുള്ളത്. അവർ ചെയ്യട്ടെ, ചെയ്തിട്ട് എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ മീൻ പിടിക്കാൻ അവർ പോകുമ്പോഴും അവരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഞങ്ങൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, കർത്താവ് സ്വർഗത്തിലോട്ട് പോയി, ഇനി ഞങ്ങൾ ഞങ്ങളുടെ പഴയ പണിക്ക് പോകുന്നു. അതിനകത്ത് പ്രത്യേകിച്ചൊരു തെറ്റൊന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. തങ്ങൾ ആ പഴയ മീൻപിടുത്തത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നതിലൊരു പ്രത്യേകിച്ചൊരു തെറ്റും അവർക്ക് അനുഭവപ്പെടുന്നില്ല. അവർ വലയെടുക്കാൻ പോകുമ്പോഴും വള്ളം എടുക്കാൻ പോകുമ്പോഴും കടലിലിറങ്ങുമ്പോഴും വല വീശുമ്പോഴൊന്നും അവരാ ചെയ്യുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, ദൈവഹിതത്തിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ അത് തെറ്റാണ് എന്നൊക്കെയുള്ള ചിന്തകളൊന്നും അവരെ ഭരിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇനി ഞങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ചിന്ത. സത്യത്തിൽ ഇനി ഞങ്ങൾ ഇത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവനം അന്വേഷിച്ച് ഞങ്ങളുടേതായ വഴിക്ക് ജീവിക്കുക. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മുത്തശ്ശിക്കഥ പോലെ, ഞങ്ങളുടെ കൂടെ പണ്ടൊരു യേശു ഉണ്ടായിരുന്നു എന്നുള്ളതൊരു മുത്തശ്ശിക്കഥ പോലെ കൊച്ചുമക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന അവരെ ക്രിസ്തു വിടുകയാണ്. ലെറ്റ് ദം ഡു. അവർ മീൻ പിടിച്ചോട്ടെ, അവർ മീൻ പിടിച്ചു നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിങ്ങളുമായിട്ട് ഇതിനൊരു കമ്പാരിസൺ ഉണ്ട്, നിങ്ങളുടെ ചില ക്യാരക്ടറുമായിട്ട്. നിങ്ങൾ ചില മത്സ്യം പിടിക്കാൻ പോക്കും വല പിടിക്കാൻ പോക്കും ദൈവം നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് മാറി നിങ്ങളുടേതായ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചു പോകുമ്പോഴൊക്കെ ക്രിസ്തു തടയാതിരിക്കുന്നത് കൊണ്ട്
അത് ദൈവഹിതം ആയതുകൊണ്ടാണ് തടയാത്തതെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ദൈവഹിതം ആയതുകൊണ്ടാണ് നിങ്ങളെ കർത്താവ് തടയാത്തതെന്ന് വിചാരിക്കല്ലേ. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ഇതിനോട് ചേർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ ഈയിടെ പറഞ്ഞതാണ്, വെച്ചാൽ ഞാൻ ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ആ ബിസിനസ് തുടങ്ങുമ്പോൾ അത് നിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അതങ്ങ് തടഞ്ഞേക്കണം. പക്ഷേ ദൈവം തടഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് മനസ്സിലായാണ് ഞാൻ അതിലേക്ക് കയറിയത്. പക്ഷേ ഇപ്പോൾ ബിസിനസ് ആകെ തകർന്നു പോയി, ഇപ്പോൾ പ്രശ്നമാണ് ചിലർ പറയും. വേറൊരു പെൺകുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഒരു പ്രണയബന്ധത്തിൻ്റെ പ്രതിസന്ധിയിൽ വീട്ടുകാരെല്ലാം കൂടെ സംസാരിക്കാൻ കൊണ്ടുവന്ന ഒരു പെങ്കൊച്ചാണ്. ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞാൻ അവനുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവനെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ദൈവമേ ഇത് നിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ആ ഫോൺ കിട്ടല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. പക്ഷെ ഫോൺ കിട്ടിയപ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ദൈവഹിതം കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊന്നുമല്ല ദൈവഹിതം അറിയേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പോകുന്നത് തെറ്റാണെങ്കിൽ കർത്താവ് എന്നെ വഴിതിരിപ്പിച്ച് വിട്ടോട്ടെ, അല്ലെങ്കിൽ പോകുന്ന വഴി ബ്ലോക്കായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നിടത്തല്ല ദൈവഹിത അന്വേഷണം. ക്രിസ്തു ചിലപ്പോൾ നിങ്ങളെ അങ്ങ് ചെയ്യാൻ വിടും. ഈ ശിഷ്യന്മാരെ വിട്ടതുപോലെ നിങ്ങൾക്ക് പോകാവുന്ന വഴിക്കൂടൊക്കെ പോയിക്കോന്നേ, നിങ്ങൾക്ക് പിടിക്കാവുന്ന പണിയൊക്കെ ചെയ്തു, നിങ്ങൾക്ക് വീശാവുന്നത്രത്തോളം നിങ്ങൾ വല വീശിക്കോ. ക്രിസ്തു അവരെ അനുവദിക്കുകയാണ്. എന്നിട്ട് അവസാനം റിസൾട്ട് പരാജയമാണെന്നറിഞ്ഞ സമയത്ത് ക്രിസ്തു വന്നിട്ട് ആ റിസൾട്ട് അവരുടെ ഹൃദയത്തിൽ കുത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ചോദ്യം ചോദിക്കുന്നത്. ആ റിസൾട്ട് അവരുടെ ഹൃദയത്തെ നോവിക്കാൻ വേണ്ടി, അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെ ഹൃദയത്തെ നോവിച്ചുകൊണ്ട് അവരെ റീതിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ക്രിസ്തു ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുണ്ടോ? നിങ്ങൾ എന്തിനാ പോയെന്നല്ല, നിങ്ങൾ എന്തിനാ പഴയ പണിക്ക് പോയെന്നല്ല, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നതെന്നല്ല, നിങ്ങൾ എന്തിനാ വലയെടുത്ത് ഇറങ്ങിയെന്നല്ല, നിങ്ങൾ എന്തിനാ ഈ വീശിയെന്നല്ല. എന്തെങ്കിലും കിട്ടിയോ? എന്താണ് റിസൾട്ട്? ഇത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. നിങ്ങൾ ഈ കാലം അത്രയും നിങ്ങളുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കുമൊക്കെ ഒത്തവണ്ണം കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? എന്താണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്? ഇതൊരു സുപ്രധാനമായ ചോദ്യമാണ്. കൂട്ടാൻ വല്ലതും ഉണ്ടോ അവസാനം നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവസാനം വരുമ്പോൾ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ ചെയ്തതിനകത്ത് ദൈവഹിതം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണോ? ഒരുപാട് പണിയെടുത്തിട്ടും അവസാനം എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണോ? ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണോ? ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അനുഭവമാണോ? അല്ലെങ്കിൽ ഒന്നും ലഭ്യമാകാത്ത ഒരു അനുഭവമാണോ? ഒരു വാക്വം ഫീലാണോ അവസാനം നിങ്ങൾക്കുള്ളത്? ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതൊരു ശൂന്യതാബോധമാണ് എങ്കിൽ, ഒന്നുമില്ല, ഒന്നും എങ്ങും എത്തുന്നില്ല, ഒന്നിനും ഒരു ഫലമില്ല എന്ന് ഉള്ള ഒരു ശൂന്യതാബോധമാണ് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ദൈവഹിത അനുസരിച്ചല്ല നീങ്ങുന്നത്. അതുകൊണ്ട് ക്രിസ്തു ആ ശൂന്യതയുടെ അവസ്ഥയുടെ നടുവിൽ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ് വീണ്ടും. ഈ വേദഭാഗത്തിൻ്റെ അവസാനത്ത് ക്രിസ്തു പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്നെ അനുഗമിക്കുക എന്നാണ് പറയുന്നത്. എന്നെ അനുഗമിക്കുക എന്നുള്ള ഈ വാക്ക് പത്രോസ്ലിഹായോട് ക്രിസ്തു നാളുകൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ഇപ്പോഴും എന്നെ അനുഗമിക്കുക എന്നുള്ള വാക്ക് ക്രിസ്തു വീണ്ടും ആവർത്തിച്ചത്? പണ്ടൊരിക്കൽ എന്നെ അനുഗമിക്കുക എന്ന് ക്രിസ്തു പത്രോസിനോട് പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ഈ വള്ളവും വലയായിട്ട് പത്രോസ് നിന്ന സമയത്താണ്. വീണ്ടും ആ വള്ളവും വലയുമായിട്ട് പത്രോസ് വീണ്ടും നിൽക്കുന്ന ഒരു പശ്ചാത്തലം വന്നപ്പോൾ അനുഗമനത്തിൻ്റെ കോൾ യേശുക്രിസ്തുവിന് രണ്ടാമതും നൽകേണ്ടി വരുന്ന ഒരു സങ്കടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പരിണമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കൽ ക്രിസ്തു നമ്മളോട് വിടാൻ പറഞ്ഞ വള്ളവും വലയും നമ്മൾ വീണ്ടും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടോ? ക്രിസ്തു ഒരിക്കൽ നമ്മളിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ വള്ളവും വലയും വീണ്ടും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു റീകാൾ യേശുക്രിസ്തുവിനെ കൊണ്ട് നൽകിക്കേണ്ടി വരിക എന്ന് പറയുന്നത് യേശുവിന് പോലും സങ്കടമുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ രണ്ടാമത് ക്രിസ്തുവിന് വിളിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ക്രിസ്തുവിന് സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവിടെ പത്രോസിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സങ്കടത്തിൻ്റെ ഒരു ഭാവത്തിലുള്ള ക്രിസ്തുവിൻ്റെ ഇരിപ്പ്.
കരയിലൊരു മീൻ പിടിക്കാൻ വന്ന മനുഷ്യൻ്റെ നേരത്തെ ഉദ്ധിത ഭാവപ്രകടനങ്ങളൊന്നുമില്ലാതെ വളരെ സങ്കടകരമായ ഒരു നിൽപ്പാണ്. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? മാത്രമല്ല, ക്രിസ്തു ചോദിക്കുന്ന ചോദ്യത്തിലും ആ സങ്കടത്തിൻ്റെ ആകത്തുക വളരെ വ്യക്തമാണ്. എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സങ്കടകരമാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്ന ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മാനസികാവസ്ഥ. എത്രയോ ദുഃഖകരമാണ്. ചിന്തിക്കണം. കാരണം ഈ 3-3.5 കൊല്ലക്കാലം കൂടെ കൊണ്ട് നടന്ന് ഊണിലും ഉറക്കത്തിലും താൻ ആരാണെന്ന് ഇടതും വലതും പഠിപ്പിച്ച് തന്നിലെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തെ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി പ്രവർത്തിപ്പിച്ച് കൊടുത്ത് ലോകചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത മരിച്ചുയർത്തെഴുന്നേറ്റ അനുഭവത്തിലേക്ക് വരെ വന്ന് അതുവരെ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തിട്ട് ഈ സ്നേഹിക്കേണ്ടെന്നുണ്ടോ എന്നുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ, ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാന ചോദ്യം, ഡു യു ലവ് മീ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അടിസ്ഥാന ചോദ്യം. ഏതൊരു പ്രണയത്തിൻ്റെയും തുടക്കം അങ്ങനെയാണല്ലോ, ഇല്ലേ? ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ്. ഏതൊരു പ്രണയത്തിൻ്റെയും, പ്രണയിക്കുന്നവർക്കറിയാം, ഏതൊരു പ്രണയത്തിൻ്റെയും തുടക്കം ഈ വാക്കിൽ നിന്നാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നിനക്കെന്നെ ഇഷ്ടമാണോ, നിനക്കെന്നോട് പ്രണയമാണോ എന്നുള്ളൊരു ഒരു പ്രണയ ജീവിതത്തിൻ്റെ പ്രാരംഭ ചോദ്യത്തിലേക്ക് ക്രിസ്തുവിന് മടങ്ങി വരേണ്ടി വരുന്നു ഈ സുവിശേഷത്തിൻ്റെ അവസാന സമയത്ത് എന്നുള്ളത് അതൊരു വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. ഒരു പ്രണയാഭ്യർത്ഥനയുടെ ആദ്യ ചോദ്യം എപ്പോഴാണ് ചോദിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് അവസാനമാണ്. 3.5 കൊല്ലം കൂടെ നടന്നു, മരണം കഴിഞ്ഞ്, ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ്, ബലപ്പെടുത്തലും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞിട്ട് പ്രണയാഭ്യർത്ഥനയുടെ ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരുന്ന കർത്താവിൻ്റെ സങ്കടകരമായൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു ക്രിസ്തുവിന് നിങ്ങളോടും ചോദിക്കേണ്ടി വരികയാണ്, ഡു യു ലവ് മീ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വളരെ സങ്കടമാണ് യേശു ക്രിസ്തുവിന്. മാമോദീസ മുങ്ങിയ ആളാണ് നിങ്ങളെന്ന് ഓർക്കണം. പള്ളി പോകുന്ന ആളാണ് നിങ്ങളെന്ന് ഓർക്കണം. യേശുവേ യേശുവേ എന്ന് എപ്പോഴും വിളിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് ഓർക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പുറകെ നടക്കുന്ന ആളാണെന്ന് നിങ്ങളെന്ന് ഓർക്കണം. കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ കരുതിയ ഒരു ദൈവമാണെന്ന് അവനെന്ന് ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിച്ചവനാണെന്ന് ഓർക്കണം. പട്ടിണിക്കിടാതെ ഈ നാളത്രയും നിങ്ങളെ വഴി നടത്തിയവനാണ് നിങ്ങളുടെ തമ്പുരാനെന്ന് ഓർക്കണം. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലും അനുനിമിഷം നിങ്ങളെ കരുതി സംരക്ഷിച്ചവനാണ് ക്രിസ്തു എന്ന് ഓർക്കണം. ആ ക്രിസ്തുവിന് ഡു യു ലവ് മീ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുന്നത് തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദുരന്തമാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം. സങ്കടമാണ് യേശു ക്രിസ്തുവിന് ആ ചോദ്യം ചോദിക്കാൻ, ഡു യു ലവ് മീ എന്നുള്ള ചോദ്യം. അതൊരു സങ്കടപരമായ ചോദ്യം. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സങ്കടമാണ്. പക്ഷേ യേശു ക്രിസ്തു ആ സമയത്ത് മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ആ പെയിൻ, അതിൻ്റെ ആ പെയിൻ്റെ ഒരു അംശം പോലും ഇത് ഫേസ് ചെയ്യുന്ന പത്രോസിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിലും വലിയൊരു സങ്കടം. പത്രോസ് പറയാണ്, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവല്ലോ എന്ന്. എന്തൊരു നുണയാണ് പത്രോസ് പറഞ്ഞത്. എന്ത് നുണയാണ് പത്രോസ് പറഞ്ഞത്. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലനങ്ങളൊന്നുമല്ല പത്രോസിൽ നിന്ന് കണ്ടത്. തള്ളിപ്പറയുന്നത് ഉൾപ്പെടെ, അവസാനം വന്നിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് ഉൾപ്പെടെ, ദൈവബന്ധത്തിൽ നിന്ന് അകന്ന് പഴയ പണിയിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഒരു ചമ്മലുമില്ലാതെ, ഒരു നാണമില്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയാൻ തോന്നുന്ന പത്രോസിൻ്റെ മാനസികാവസ്ഥയെ എന്ത് പേരിട്ട് വിളിക്കണം? അതേ പേരാണ് നിങ്ങളുടെ ദൈവബന്ധത്തിനും വിളിക്കേണ്ട പേര്. അതേ അവസ്ഥയാണ് നിങ്ങളുടെ ദൈവബന്ധത്തിൻ്റെ മാനസികാവസ്ഥ. ഒരു മടിയുമില്ല. യേശുക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് സീരിയസ്നെസ് കൊടുത്തിട്ടില്ല. യേശുക്രിസ്തു ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ ചെയ്യുന്നില്ല. ദൈവഹിതം മനസ്സിലാക്കുന്നില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് ദൈവഹിതത്തിനെതിരായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ദൈവമേ നിന്നെ സ്നേഹിക്കുന്നു എന്ന് യാതൊരു മടിയും കൂടാതെ വിളിച്ചു പറയുന്നവനാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. ഇത് ഫേസ് ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സങ്കടം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കി. താൻ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള പെയിൻ, അതിൻ്റെ ആഴം മനസ്സിലാക്കാതെ ചുമ്മാ നിസ്സാരതയോടെ ഒരു ഉത്തരം പറയുന്ന ഒരു മനുഷ്യൻ. ഇവന് വേണ്ടിയിട്ടാണ് രക്തം ഊറ്റിയതെന്ന് ഓർക്കണം. എനിക്കും നിങ്ങൾക്കും ഈ പത്രോസിനും കൂടെ വേണ്ടിയിട്ടാണ് തൻ്റെ അവസാനത്തെ ചോര വരെ ഊറ്റിയതെന്ന് ഓർക്കണം. എന്നിട്ടും ആ ചോര വരെ ഊറ്റി നെഞ്ചിലെ അവസാനത്തെ വെള്ളം പോലും ഒഴുക്കിയിറക്കിയിട്ട് ഇവന് വേണ്ടിയിട്ട് പീഡം മുഴുവൻ സഹിച്ച് മുൾമുടിയും ധരിച്ച് കീറി മുറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ്
ഈ പ്രണയാഭ്യർത്ഥനയുടെ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്? ഡു യു ലവ് മീ? സങ്കടമാണ് ഈ ക്വസ്റ്റ്യൻ. സത്യത്തിൽ യേശുക്രിസ്തു പത്രോസിനെ വല നന്നാക്കിയിട്ട് ആദ്യം വിളിച്ച സമയത്ത് ചോദിക്കുമായിരുന്നെങ്കിൽ ഇത്രയൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഇവന് വേണ്ടി ജീവൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കേണ്ടി വരുന്നത് ഡു യു ലവ് മീ. എത്ര സങ്കടമാണ് ഈ ഡു യു ലവ് മീ എന്നുള്ളൊരു ചോദ്യം. പല സമയത്ത് വരുമ്പോൾ അതിന് പല ഇമോഷനാണ്. ഇത് ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വാസ്തവത്തിൽ ക്രിസ്തു ചോദിക്കുമ്പോൾ അതിൻ്റെ ഇമോഷൻ വേറെയാണ്. ഒരു പ്രണയാഭ്യർത്ഥനയുടെ ആദ്യ സമയത്ത് ഡു യു ലവ് മീ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതും പ്രണയിച്ച് പ്രണയിനിക്ക് വേണ്ടി ജീവൻ വില ബലി അർപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ബലി അർപ്പിച്ചവൻ വന്നിട്ട് പ്രണയിനിയോട് നീ എന്നെ ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൻ്റെ ഇമോഷൻ വേറെയാണ്. ആ ഇമോഷൻ നിങ്ങൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ ഈ ക്വസ്റ്റ്യൻ, ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഇമോഷൻ മനസ്സിലാക്കണം. അത് വേറെ ഇമോഷനാണ് പ്രിയപ്പെട്ടവരെ. സങ്കടകരമാണ് ഈ ചോദ്യം. കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ഇമോഷൻ മനസ്സിലാക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പത്രോസ് കർത്താവിൻ്റെ ക്വസ്റ്റ്യൻ്റെ പിന്നിലുള്ള ഇമോഷൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ദുരന്തം. യേശുക്രിസ്തു സംസാരിക്കുന്ന വചനങ്ങളുടെ പിന്നിൽ ഉള്ള ഇമോഷൻസ് ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്തു സ്നേഹി. നമുക്കറിയാം, അല്ലാത്തൊരു വ്യക്തി ഒരു ഇമോഷൻ ഉൾക്കൊള്ളില്ല. അതിനെ വെറും വാക്കായിട്ട് ഇൻഫർമേഷനായിട്ട് എടുക്കത്തുള്ളൂ. സ്നേഹമുള്ളിടത്താണ് അതിൻ്റെ പിന്നിലുള്ള ഇമോഷൻ അന്വേഷിക്കത്തുള്ളൂ. സ്നേഹമില്ലാത്തിടത്ത് അതിൻ്റെ പിന്നിലുള്ള ഇമോഷൻ അന്വേഷിക്കത്തില്ല. അതൊരു വാക്കായിട്ടും ഒരു ഇൻഫർമേഷനായിട്ടും എടുക്കത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പിന്നിലുള്ള ഇമോഷൻസ് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയത അതിൻ്റെ റൈറ്റ് ട്രാക്കിലോട്ട് മാറുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ദൈവവചനം, ബൈബിൾ ഉപയോഗിച്ച് തന്നെ ചിലർ യേശുക്രിസ്തുവിനെതിരെ സംസാരിക്കുന്നുണ്ട്. എത്തീയിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ ബൈബിൾ ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെതിരെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ബൈബിൾ ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെതിരെ സംസാരിക്കുന്നത്? അവിടെ ക്രിസ്തു സംഭവങ്ങളുടെ പിന്നിലുള്ള ഇമോഷൻസ് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് വെറും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലാണ് അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു മതാധിഷ്ഠിതമായ സമീപനമാണ് വചനത്തോട് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ക്രിസ്തു സംസാരിക്കുന്ന ഓരോ അക്ഷരങ്ങളുടെയും പിന്നിലുള്ള ഇമോഷൻസ് നമുക്ക് മനസ്സിലാകണം. അതാണ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്. ആ വാക്കല്ല, ആ ഭാഷയല്ല, ആ ഭാഷയുടെ സ്ട്രക്ചറല്ല, ഇമോഷൻ. എന്ത് ഇമോഷനോട് കൂടിയാണ് ക്രിസ്തു ഒരു വാക്കിനോട് സംസാരിക്കുന്നത്? ഗത്സമനയിൽ ക്രിസ്തു പറയുന്നത്, എന്നോടൊപ്പം 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? ആ ഇമോഷൻ നമ്മളറിയാം. നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും. സ്കൂളിൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും. അപ്പനും അമ്മയും എത്ര ഇമോഷനോട് കൂടിയായിരിക്കും കൊച്ചിനെ വഴക്ക് പറയുന്നത്. പഠിക്കടാ 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 എന്ന് പറഞ്ഞ് നിൻ്റെ പുറകെ ഞാൻ ഇത്രയും നടന്ന് കഷ്ടപ്പെട്ടിട്ടും നീ അത് മനസ്സിലാക്കിയില്ലല്ലോടാ, എന്നിട്ട് നീ തോറ്റിട്ട് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചി ഇങ്ങനെ വളരെ നിർനിമേഷനായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അപ്പന് ദേഷ്യം വരും. കാരണം എന്താ? അപ്പൻ ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത സ്ട്രെയിൻ, ആ ഇമോഷൻ ഈ കൊച്ചു മനസ്സിലാക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും അപ്പൻ എന്നോട് എന്തോ പ്രതികാരം ചെയ്യുന്ന ഭാവത്തിൽ അവനെ നിപ്പ്. കാര്യം ഈ അപ്പൻ അവന് വേണ്ടി ഒത്തിരി പഠിപ്പിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാ. ആ അപ്പൻ്റെ കഷ്ടപ്പാടുകളൊന്നും ഒരു വിലയില്ലാതെ പോയിട്ട് ആ കഷ്ടപ്പാട് മുഴുവൻ ഇവന് വേണ്ടി സഹിച്ചിട്ട് അത് വിലയില്ലാതെ പോയതിൻ്റെ സങ്കടം മുഴുവൻ ഇമോഷനായിട്ട് നടത്തുന്ന എക്സ്പ്രഷൻ പോലും ഈ അപ്പൻ എന്നെ ചുമ്മാ വഴക്ക് പറയുക, എന്തിനാ അപ്പൻ ഇങ്ങനെ വഴക്ക് പറയുന്നതെന്നുള്ള മട്ടിൽ കുഞ്ഞെടുക്കുമ്പോൾ അപ്പൻ അനുഭവിക്കുന്ന പെയിൻ എന്താ? അപ്പം പറയാം, എൻ്റെ വേദന നീ മനസ്സിലാക്കുന്നില്ല. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലെ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്ന ഒരു സുപ്രധാനമായ സ്റ്റേറ്റ്മെൻറ്റാണ്, എൻ്റെ വിഷമം നീ അറിയുന്നില്ല, എൻ്റെ വേദന നീ മനസ്സിലാക്കുന്നില്ല, ഇതിൻ്റെ പിന്നിലുള്ള എൻ്റെ സങ്കടം നീ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് പലപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സംഭാഷണത്തിൻ്റെ പിന്നിലുള്ള ഇമോഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആയില്ല പത്രോസിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് പത്രോസ് ചാടിക്കറി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. 3ാമത്തെ പ്രാവശ്യവും യേശുക്രിസ്തു ആ ചോദ്യം ചോദിച്ചതിൻ്റെ ലക്ഷ്യം ആ ഇമോഷൻ പത്രോസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 3ാമത്തെ പ്രാവശ്യവും ക്രിസ്തു അത് ചോദിച്ചതിനെ ഓർത്ത് പത്രോസ് ദുഃഖിച്ചു എന്നുള്ളതാണ്. ദുഃഖിച്ചു എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ പശ്ചാത്തപിച്ചു എന്നർത്ഥത്തിൽ കാണാനാണ് എനിക്കിഷ്ടം ആ വാക്കിനെ. പത്രോസ് പശ്ചാത്തപിച്ചിട്ട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കർത്താവേ നീ എല്ലാം അറിയുന്നുവല്ലോ എന്നുള്ളൊരു പദമാണ്. നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറയുകയാണ്. നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞിട്ട്
എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയണം. അപ്പോൾ അവിടെയാണ് ഇമോഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആയത്. പത്രോസിന് മനസ്സിലായി, ഇമോഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആയി. അത് കഴിഞ്ഞിട്ട് പത്രോസിനെ സുപ്രധാനമായൊരു ദൗത്യത്തിലേക്ക് പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. പത്രോസ് ഇവിടെ മീൻ പിടിക്കാൻ പോയത് പത്രോസിൻ്റെ മനസ്സിലൊരു ചിന്തയുള്ളതുകൊണ്ടാണ്. എന്താ? ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. യേശുക്രിസ്തുവിനോടൊത്തുള്ള ജീവിതം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു 3.5 കൊല്ലക്കാലത്തെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം, ഒരു മുത്തശ്ശിക്കഥ പോലെ തനിക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു നല്ല ഓർമ്മ സമ്മാനിച്ചൊരു ലൈഫ്. അതിൻ്റെ അപ്പുറത്തേക്ക് പത്രോസിനില്ല. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ആ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന പത്രോസിൻ്റെ ധാരണയെ പൊളിച്ചിട്ടാണ് ക്രിസ്തു പുതിയൊരു ദൗത്യം, പുതിയതല്ല വാസ്തവത്തിൽ, പക്ഷെ പത്രോസിൻ്റെ ഹൃദയത്തിൽ ക്ലിക്ക് ചെയ്യാതെ കിടന്നിരുന്ന ഒരു കാര്യം പത്രോസിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ച് അതിലേക്ക് പത്രോസിനെ ട്യൂൺ ചെയ്യിക്കുകയാണ്. പത്രോസ്, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയാണ്, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ നടന്നു, വയസ്സായ ശേഷം നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെല്ലാം പറയുകയാണ്. എന്താണ് ആ വേദഭാഗത്ത് ക്രിസ്തു പത്രോസിനെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നത്? ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനാണ് പത്രോസിനോട് ആവശ്യപ്പെടുന്നത്. കിങ്ഡം ഓഫ് ഗാഡ്. പത്രോസ്, നിൻ്റെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആയില്ല. മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എല്ലാം നിവൃത്തിയായി ക്രൂശിൽ. അത് ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ദൗത്യമാണ്. പത്രോസിൻ്റെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആയില്ല. പത്രോസിൻ്റെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ദൈവരാജ്യത്തിൻ്റെ വേല പത്രോസ് തുടങ്ങേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദനം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴാണ് യേശുക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങിയതെന്ന് വചനം പറയുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം, കിങ്ഡം ഓഫ് ഗാഡ്, അതിൻ്റെ പ്രഘോഷണം കണ്ടിന്യൂ ചെയ്യാനുള്ള ദൗത്യമാണ് പത്രോസിൽ നിക്ഷിപ്തം എന്നുള്ള ആ ഒരു ഓർമ്മയിലേക്ക് പത്രോസിൻ്റെ മനസ്സിനെ ട്യൂൺ ചെയ്യാണ് ക്രിസ്തു ഇവിടെ ചെയ്യുന്നത്. അതാണ് ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്ന ദൗത്യം, ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യാനിക്കൊരു ചിന്തയുണ്ട്. മാമോദീസായി മുങ്ങി, പള്ളിയിലും പോയി, ഞായറാഴ്ച ആരാധനയും നടത്തി, വിശുദ്ധ കൂദാശകളും ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഭാര്യ മക്കളെ നോക്കുക, ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളെന്നാണ് മനുഷ്യൻ്റെ വിചാരം. പക്ഷേ നമ്മളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ദൗത്യമുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതരാവുക എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു, അതിൽ നമ്മൾ പിന്നോട്ടാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ട്യൂൺഡ് അല്ല ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്ന ആ സന്ദേശം. ഈ ദിവസത്തെ വചനധ്യാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ദൈവരാജ്യ അന്വേഷണത്തിൻ്റെ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ എന്ന ആശംസയാണ് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. ക്രിസ്തു സംസാരിക്കുന്ന വാക്കുകളുടെ പിന്നിലുള്ള വികാരം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇമോഷൻസ് അന്വേഷിക്കുക, ക്രിസ്തുവിൻ്റെ വികാരം, ഇമോഷൻ അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറും. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ വികാരങ്ങൾ, ഇമോഷൻസ് അന്വേഷിക്കത്തുള്ളൂ. റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇമോഷൻ്റെ അന്വേഷണം വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെ വികാരങ്ങളെ അന്വേഷിക്കാം, ഇമോഷൻസ് അന്വേഷിക്കാം. ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പിന്നിൽ കിടക്കുന്ന ഇമോഷൻസ് കണ്ടെത്താൻ ശ്രമിക്കാം. വചനം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ക്രിസ്തുവിൻ്റെ ഇമോഷനെ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളെ ഇടപെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. നാഥ, അങ്ങയുടെ ചോദ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെയും നോവിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തതിന് ശേഷം നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുന്ന ഒരു ബലിയർപ്പകൻ്റെ നൊമ്പരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാഥ, ഞങ്ങളോടും ആ ചോദ്യം അവിടുന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഞങ്ങളും എത്രമാത്രം തിന്മയിൽ അടിമപ്പെട്ടാണെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ, പുതിയ സൃഷ്ടിയായി മാറ്റണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.